Dear students, welcome to SS Physics classes. കേരള സിലബസിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അത് ബേസ് ചെയ്തിട്ട് മിക്കവാറും വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പോയിന്റാണ്. സോ വൺ ബൈ വൺ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അറ്റ് ഫസ്റ്റ് വൺ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം വരിക, ഇംപ്രൂവ്മെന്റ് എക്സാമിന്. For small deformations, the stress and strain are proportional to each other. And this is the statement of ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഹുക്സ് ലോ. അപ്പൊ ഈ ചാപ്റ്ററില് നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്യപ്പെടുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഈ രണ്ട് വേർഡുകളും അവ തമ്മിലുള്ള ലിങ്കുമാണ്. സോ ആദ്യം നമുക്ക് ആ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഒരു സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ, നമ്മളൊരു ഒരു റിജിഡ് ബൗണ്ടറിയിൽ ഒരു സ്ട്രിങ് നമ്മൾ ടൈറ്റൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ആഡ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ അത് ഈസിയോടെ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു സ്പ്രിങ്, നമുക്ക് ഒരു വെയിറ്റ് നമുക്ക് ഇവിടെ ഇട്ടാൽ സ്വാഭാവികപരമായിട്ടും നമ്മൾ ഈ കൊടുക്കുന്ന വെയിറ്റിനനുസരിച്ച് ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും, അല്ലെ? സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ സാധാരണ രൂപത്തിലെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്ഡ് ബൈ ഏരിയ. അതിന് വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ദ ഡിഫോമിംഗ് ഫോഴ്സസ് അപ്ലൈഡ്. നമ്മൾ ഏതാണോ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ദ ഡിവിഷൻ ബൈ ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയാം. സാധാരണ അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന യൂണിറ്റ് മറക്കണ്ട, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണെന്നുള്ള കാര്യം ഓർക്കുക. സാധാരണ രൂപത്തിൽ അതിനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഡയമെൻഷണൽ അനാലിസിസ് വരുമ്പോൾ ഓർക്കാം, that is the dimension of a force division by the dimension of area ആണ് നമ്മുടെ സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് കൃത്യതയോടെ അറിയാം, that is ml t raised to -2 ആണ്. The division by L square ആണ്. സോ ഒരെൽ ക്യാൻസൽ ആയാൽ we can write as ml raised to -1 t raised to -2. അതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിന് സംഭവിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലെങ്തിനാണ് ഉണ്ടാകുന്നത്, അല്ലെ? യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെ അവയുടെ കോൺഫിഗറേഷൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ അളന്നെടുക്കുന്ന ഒരു ടേമാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതും ഒരു റേഷ്യോ ആണ്. കീപ് ഇൻ മൈൻഡ്, ചേഞ്ച് ഇൻ ദ കോൺഫിഗറേഷൻ ബൈ ഡിവിഷൻ ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നമ്മുടെ സ്ട്രിങ് ബേസ് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ ദ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, അല്ലെ? ബൈ ദ ഒറിജിനൽ ലെങ്ത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റേഷ്യോ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അതിന് നോ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ദർ ഇസ് നോ ഡയമെൻഷൻ ഫോർ സ്ട്രെയിൻ. ഈ രണ്ട് ടേമുകളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഒരെണ്ണം നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിനനുസരിച്ച് ഫോഴ്സ് ബൈ ഏരിയ, അത് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. 3 തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനുമാണ് നമുക്ക് അപ്ലൈ ചെയ്യുക സാധാരണ രൂപത്തിൽ വരിക. അപ്പൊ ഇതൊരു റോഡ് എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ എടുക്കുക. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മൾ ഇവിടെ ഒരു അവന്റെ ലെങ്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെ? യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പൊ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ് ടെൻസൈൽ സ്ട്രെസ്.
ടെൻസൈൽ സ്ട്രെസ് എന്നാണ് അതിനെ വിളിക്കുക. അതിന് പകരം നമ്മൾ ഒരു ഫോഴ്സ് നമ്മൾ തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ലെങ്തിന് കുറവ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടേമാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് നമുക്ക് വിളിക്കാം. കംപ്രസീവ് സ്ട്രെസ്. പക്ഷെ വാട്ട് ഓർ മേ ബി ദ കേസ്, നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ അവിടെ ഓർക്കേണ്ടത് ഏത് ഏരിയ ആണ് അണ്ടർ കൺസിഡറേഷൻ. എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ കേസിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഈ ലെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റർ നമുക്ക് ലിക്വിഡ്സിനും ഗ്യാസസിനും പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സോളിഡുകൾക്കാണ് ബാധകമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന കേസസ് നോക്കി. ആദ്യത്തെ കേസിലെ ലെങ്ത് ഇൻക്രിമെന്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ പറയാം? ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ നോക്കണം, ഈ ലെങ്തിനൊരു ഇൻക്രിമെന്റ് വരുമ്പോൾ സ്വാഭാവികപരമായിട്ടും അവന്റെ റേഡിയസിന് ഒരു ഡിക്രിമെന്റ് വരുന്നുണ്ട് അല്ലെ. അതിന് വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് നമ്മൾ വിളിക്കും. സോ ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ ആർ ബൈ ആർ. അത് മൈനസ് സൈനിന്റെ മീനിങ് ഇതാണ്. നമ്മൾ ലെങ്ത് ഇൻക്രീസ് ചെയ്തപ്പോൾ അവന്റെ റേഡിയസിന് ഉണ്ടാകുന്ന ഡിക്രിമെന്റ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരിക. സോ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓർ ബൾക്ക് സ്ട്രെസ്. അപ്പൊ ആ ഒരു ബോഡിയുടെ വോളിയത്തിന് ടോട്ടൽ ആയിട്ട് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്താൽ അവിടെ പറയുന്ന പേരാണ് വോളിയം ഓർ ബൾക്ക് സ്ട്രെസ്. അവിടെയും സ്ട്രെസ് എന്ന് പറയുമ്പോൾ കീപ് ഇൻ മൈൻഡ് ദ ഫോഴ്സ് ബൈ ഏരിയ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ആ ഫോഴ്സ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് സർഫസിന് നോർമൽ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഏരിയ, ഇപ്പൊ നമുക്ക് ഇക്വേഷൻ പറയുമ്പോൾ എന്താണ് ബൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് അവിടുത്തെ നമ്മുടെ സ്ട്രെസ് പ്രഷർ തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ എടുക്കുമ്പോൾ അത് നോർമൽ ഏരിയ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ബോഡിയുടെ സർഫസ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എടുത്തപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ബോഡിയുടെ ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇനി ഈ ബൾക്ക് സ്ട്രെസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ എല്ലാ മാറ്ററിനും അത് ആപ്ലിക്കബിൾ ആണ്. സോളിഡിനും ലിക്വിഡിനും ഗ്യാസസിനും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ആണ് നമ്മുടെ വോളിയം സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ അവിടുത്തെ നമ്മുടെ വോളിയം സ്ട്രെയിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെയും നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഡിക്രിമെന്റ് വരുന്നത് കൊണ്ട് നെഗറ്റീവ് സൈൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ബട്ട് ദ ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ, ഇവിടെ വോളിയത്തിനാണ് വ്യത്യാസം വരിക. സോ മൈനസ് ഡെൽറ്റ ബി ബൈ വി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ ഡീൽ ചെയ്തു. മൂന്നാമത്തെ കേസ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ടാൻജൻഷ്യൽ ഓർ ഷിയറിംഗ് സ്ട്രെസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അപ്പൊ സാധാരണ രൂപത്തിൽ ഇരിക്കുന്ന ഒരു ബ്ലോക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അത് റിജിഡ് ആണ് വിത്ത് അതിന്റെ ബോട്ടം സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ടാൻജൻഷ്യൽ ടു ദ അപ്പർ സർഫസ്. അപ്പൊ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, സി ദാറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈഡ് ഡിവിഷൻ ബൈ എവിടെയാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഏരിയ ഉള്ള നമ്മളുടെ അപ്പർ സർഫസ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിലൊരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ നമ്മുടെ അപ്പർ സർഫസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത് ടാൻജൻഷ്യൽ ആയിട്ട്, അതിന്റെ ഏരിയ ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് ഓർക്കണേ, നമ്മുടെ ഷേപ്പ് എല്ലാം നമ്മൾ പറയുന്നത് സോളിഡ്സിന് മാത്രമായതുകൊണ്ട് അവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു സ്ട്രെസ് ആണ്. ഇനി നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർക്കണേ, അവിടെ വരുന്നത് നമ്മൾ സാധാരണ രൂപത്തില് ഇവിടത്തെ കേസില് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്, നോക്കൂ, ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ടിൽറ്റേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അവിടെ അപ്പർ സർഫസിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് തീറ്റ ആയിട്ടാണ്. സോ ദാറ്റ് ഈസ് എക്സ് ഡിവിഷൻ ബൈ ദ സൈഡ് ദെയർ. അപ്പൊ തീറ്റ ആംഗിളിലാണ് സാധാരണ, ടാൻ തീറ്റ എന്ന് വേണേൽ പറയാം. പക്ഷെ വളരെ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ് ബൈ എ ആയിട്ട് പറയാം. ഇതാണ് ഷിയറിംഗ് സ്ട്രെയിൻ. പിന്നെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹൂക്സ് ലോ വന്നത് അല്ലെ.
അപ്പൊ ആ ഹുക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണം. സാധാരണ രൂപത്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഒരു കണ്ടീഷൻ കൂടെയുണ്ട്, ആ കണ്ടീഷനെ കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. ദാറ്റ് ഈസ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന് അകത്ത് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കണം എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹുക്സ് ലോ എന്ന് പറയും. അപ്പൊ ആ ഹുക്സ് ലോ ബേസ് ചെയ്തിട്ട് ആ റേഷ്യോ കിട്ടുന്ന കോൺസ്റ്റന്റ് അതിനെ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സാധാരണ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന തരത്തിൽ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് 3 വാല്യൂസ് പോസിബിൾ ആണ്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്. കീപ് ഇൻ മൈൻഡ്. അത് ഈ പറഞ്ഞ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നതിനോടൊപ്പം തന്നെ മെറ്റീരിയൽ ഡിപ്പെൻഡബിൾ ആകുന്ന കേസസ് ആണ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഈ ഇലാസ്റ്റിസിറ്റി മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി വളരെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പൊ നമ്മളൊരു സ്പ്രിങ് എടുത്തു അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു 50 ഗ്രാം അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് ആ സ്ട്രെസ് നമ്മൾ കൂട്ടുകയാണ്. ഇറ്റ് ബിക്കംസ് 100. അത് കഴിഞ്ഞിട്ട് നമുക്ക് 200 ആക്കുക അല്ലെങ്കിൽ 150 ആക്കുന്നു. അങ്ങനെ അത് കൂട്ടി വരികയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെയിൻ നമുക്ക് പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫാണ്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ടേമുകൾ. ഒന്ന്, എ എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് ദ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് നമുക്ക് വിളിക്കാം. അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പക്ഷെ അത് കഴിഞ്ഞും നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സസ് നമ്മൾ കൊടുക്കുമ്പോൾ വീണ്ടും ഈ ബി പോയിന്റ് വരെ, ദാറ്റ് ബി പോയിന്റ് ഈസ് കോൾഡ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ അതുവരെയാണ് നമ്മുടെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് അതുവരെ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സസ് റീട്രൈവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബോഡിയുടെ യഥാർത്ഥ സ്ട്രക്ചറും ഷേപ്പും ആ ബോഡിക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ്. നമുക്കറിയാം, ഒരു സ്ട്രിങ് ആണ് നമുക്കുള്ളതെങ്കിൽ അതിൽ നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന അനുസരിച്ച് അവന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു. അപ്പൊ വെയിറ്റ് നമ്മൾ എടുത്തു മാറ്റുമ്പോൾ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ സ്ട്രക്ചറിലും ഷേപ്പിലും ലെങ്തിലുമായിട്ട് അത് തിരിച്ചു പോകുന്നു എന്നാണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ അത് കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നോക്കി, സ്ട്രെസ് സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ അല്ല. ഒരു ചെറിയ ഒരു സ്ട്രെസ് കൊടുത്തപ്പോൾ തന്നെ കണ്ടോ, സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീട്രൈവിംഗ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡിഫോമിംഗ് ഫോഴ്സസ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത, തിരിച്ചെടുക്കുമ്പോൾ അവന് പെർമനന്റ് എക്സ്റ്റൻഷൻ സംഭവിച്ചിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നോക്കി, ദാറ്റ് ഈസ് സെഡ് ടു ബി ദ ബ്രേക്കിംഗ് സ്ട്രെസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് എപ്പോഴും മെറ്റീരിയൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കേസാണെന്ന് ദയവ് ചെയ്ത് ഓർമ്മയിരിക്കട്ടെ. അതൊരിക്കലും ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ അല്ല. പക്ഷെ ബ്രേക്കിംഗ് സ്ട്രെസ്സിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദ ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഒരു വയറിനെ മുറിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു തരത്തിലെടുക്കാം. അവന്റെ ക്വാളിറ്റീസ് ഇല്ലാതായിക്കൊണ്ട് ബ്രേക്ക് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ഫോഴ്സ് നമ്മൾ കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻ ടു ഏരിയ എന്ന് നമുക്ക് പറയാം. സോ ബ്രേക്കിംഗ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. പക്ഷെ ഓർക്കണേ, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അതാണ് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. സോ ദ പോയിന്റ് ഈസ് കോൾഡ് ദ ഫ്രാക്ചർ പോയിന്റ്. പല എക്സാമിനുകളിലും ഈ പറയുന്ന പോയിന്റുകൾ വളരെ കൃത്യതയോടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വേർഡുകളാണ്. ഒന്ന്, ഇലാസ്റ്റിക് റീജിയൻ ആൻഡ് പ്ലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് OAB ആണ്. ഈ ബ്ലൂ കളർ അടിച്ച ഏരിയ മാത്രം. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ സംഭവിച്ചിരിക്കണം. പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് അത് ഫ്രാക്ചർ പോയിന്റ്, 2 പാത്രമായി മാറുന്ന ആ ഒരു പോയിന്റ് വരെ നമ്മൾ എടുക്കുന്ന കർവിനെയാണ് പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. ഈ 2 റീജിയൻ ബേസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചില വേർഡുകൾ. ഒന്ന്, ബ്രിട്ടിൽ.
അവിടെ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിയുന്ന ഉടൻ അവൻ ബ്രേക്ക് ചെയ്യും. അത്തരം മെറ്റീരിയലിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ ഗ്ലാസും കാസ്റ്റ് അയണും ഒക്കെ. രണ്ടാമത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഈ പ്ലാസ്റ്റിക് റീജിയൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ പ്ലാസ്റ്റിക് റീജിയൻ വളരെ കൂടുതലാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഡക്റ്റൈൽ ആൻഡ് മാല്യബിൾ. എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസിനെ, നമ്മുടെ അയണും കോപ്പറും ഒക്കെ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് മറ്റു മെറ്റീരിയൽ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. കുഞ്ഞു കുഞ്ഞു വയേഴ്സുകളായിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റുകളായിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ടാവും. Then keep in mind another one, NCERT ബേസ് ചെയ്തിട്ട് ഈ സ്ട്രെസ്സും സ്ട്രെയിനും തുടക്കം മുതലേ തന്നെ പ്രൊപ്പോർഷണൽ അല്ലാത്ത ചില മെറ്റീരിയൽസ് ഉണ്ട്. അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ഇലാസ്റ്റമേഴ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ റബ്ബറും ടിഷ്യൂ ഓഫ് അയോട്ടയും ഒക്കെ. അപ്പൊ അവിടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് നോട്ട് പ്രൊപ്പോർഷണൽ, ഇതേപോലെ വേരിയബിൾ ആയിട്ടുള്ള ഒരു നോൺ ലീനിയർ കർവ് ആയിരിക്കും വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സംഭവിക്കാം. ഇത് നമ്മുടെ റബ്ബറിന്റെ ഒക്കെ ഗ്രാഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു ഗ്രാഫിക്കൽ ഒരു കോൺസെപ്റ്റ് കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നമ്മുടെ മാർച്ച് 2019 ചോദിച്ച കർവ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കേ, ഫിഗർ ഷോസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ? യങ്സ് മോഡുലസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസിനെ തൽക്കാലത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ആ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മുടെ ഇക്വേഷൻ പറയുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നല്ലേ? യെസ്. അപ്പൊ ഈ ഗ്രാഫ് ബേസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് എടുത്താൽ പോരെ. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, കാരണം ഒരൊറ്റ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. സോ ഒ എ ബി എന്നുള്ള കൺസിഡർ എടുത്തേ. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞൂടെ ദാറ്റ് എ മൈനസ് ബി വാല്യൂ ദാറ്റ് ഡിവിഷൻ ബൈ ദ സ്ട്രെയിൻ എന്ന് പറയുന്നത് ബി മൈനസ് ഒ എന്ന് നമുക്ക് പറയാം. സോ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 150 ദാറ്റ് മച്ച് ഇൻടു 10 to the power of 6 10 to the power of 6 minus 0 by that b minus 0, that is 0.002 minus 0. അപ്പോൾ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ we get the value as 7.5 into 10 to the power of 10. So that is Newton per meter square. So that is answer. നമ്മുടെ A question നോക്കിയാൽ അടുത്ത് പറയുന്നത് നോക്കിയേ, Young's modulus of aluminium that is given as 70 into 10 to the power of 9 Newton per meter square, and that of copper that is given as 120 into 10 to the power of 9. So same strain is to be produced on an aluminium wire and copper wire of equal cross section. Which are requires more force? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ. സ്ട്രെസ് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എഫ് ബൈ ഏരിയ അല്ലേ. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ. ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. അപ്പൊ ഇവിടെ പറയുന്ന ചില കേസസ് ആണ് സെയിം സ്ട്രെയിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ സെയിം ആണ് അല്ലെ. അവിടെ ഈക്വൽ കോൺസെൻട്രേഷൻ, ഈക്വൽ ഏരിയ ക്രോസ് സെക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ നമുക്ക് വിച്ച് റിക്വേഴ്സ് മോർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു എന്തായിട്ട് നമുക്ക് പറയാം? കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് ഹിയർ. അപ്പൊ സ്വാഭാവികപരമായിട്ട് എന്ത് പറയാം? ആർക്കാണോ ഇലാസ്റ്റിസിറ്റി കൂടുതലായിട്ടുള്ളത് അതിന് കൂടുതൽ ഫോഴ്സ് വരണമെന്നുള്ള കേസ് അല്ലേ നമുക്ക് പറയാൻ പറ്റുന്നേ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ആർക്കാണ് കൂടുതൽ ഇലാസ്റ്റിസിറ്റി ഇവിടെ വന്നിരിക്കുന്നത്? കോപ്പറിനാണ്. അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് കോപ്പറിനാണ് നമുക്ക് കൂടുതൽ ഫോഴ്സ് വേണ്ടി വരുന്നത്. അത് മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2019 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സ്വന്തമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. സോ ഡിയർ വൺ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കിത് വളരെ പ്രയോജനകരമാണെന്ന് നിങ്ങൾക്കറിയാം. സോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. എൻ്റെ പേര് സാംസൺ എസ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ക്ലാസ് 11, 12 വിദ്യാർത്ഥികളോടൊപ്പം ഫിസിക്സ് പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവും. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മടിക്കരുത്. നോക്കൂ, നമ്പർ 3. The stress strain graph of two materials A and B are shown below. State the law below which relates the stress with the strain. ഏത് നിയമമാണ്? So we can say that Hooke's law എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. We can say that within elastic limit that stress is proportional to strain. Which of the two materials has the greater Young's modulus? അപ്പൊ നമുക്കറിയാം ആ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിട്ടാണ്, അല്ലെ? ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? We have to take the slope, അല്ലെ? യെസ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുത്താൽ നമുക്ക് കിട്ടും, സ്ലോപ്പ് എടുത്താൽ മതി. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക ഒരു കേസിൽ? യെസ്, അപ്പൊ സ്ലോപ്പ് കൃത്യമായിട്ട് ആർക്ക് കൂടുതലാണെന്ന് നമുക്കറിയാം. യെസ്, നമ്മൾ ടാൻ തീറ്റ എടുക്കുമ്പോൾ മോർ സ്ലോപ്പ് കിട്ടുന്നത് ആർക്കാണ്? യെസ്, എ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്നിട്ട് പറയാണ് വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽസ് ആർ മോർ ഡക്റ്റൈൽ. എന്താണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാല്? we said the plastic region is large. Plastic region larger ആയിട്ടുള്ള മെറ്റീരിയൽ എന്നാണ് അർത്ഥം. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ഗ്രാഫുകളിൽ ഏത് മെറ്റീരിയലിനാണ് പ്ലാസ്റ്റിക് റീജിയൻ കൂടുതൽ? യെസ്, എക്സാക്ട്ലി എ തന്നെയാണ്, അല്ലെ? കാരണം നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് വരുമ്പോൾ ഇവിടെ അത് വളരെ ചെറുതാണ്. സോ എ തന്നെ ആൻസർ ആയിട്ട്. വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യനുകളാണ്, മറന്നു പോകരുതേ. വീണ്ടും നോക്കിയേ, a typical stress strain graph of a metallic wire is shown below. Write the name of the point B is labeled in the graph. അപ്പൊ ഇവിടെ ഇതാണ് എ വരുന്നത്, അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നത് ലിമിറ്റ് പ്രൊപ്പോർഷണാലിറ്റി. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ്, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്, നമുക്കറിയാം രണ്ട് പേരുകളിൽ നമുക്ക് പറയാം. ഒന്ന് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം, അല്ലെ? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കാം. മറ്റൊരു പേര് നമ്മൾ പറഞ്ഞത് ഈൽഡ് പോയിന്റ് എന്നാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നമുക്ക് ബി എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയാം. ഇനി എന്നിട്ട് പറയാണ് ഫോർ ദ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ദ പോയിന്റ്സ് ഓഫ് ഡി ആൻഡ് ഇ ആർ. അപ്പൊ ഡിയും ഇയും നമുക്ക് എന്താണ് പറയാൻ പറ്റുക? കോപ്പർ മെറ്റീരിയൽ ക്ലോസ് ആയിരിക്കുമോ ആൻഡ് ഫാർ അപ്പാർട്ട് ആയിരിക്കുമോ? നമുക്കറിയാം ഈ കോപ്പർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോപ്പർ അവിടെ അവന് ഡക്റ്റൈൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ, മാലിബിൾ ആണ്, അല്ലെ? ആ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അവന്റെ പ്ലാസ്റ്റിക് റീജിയൻ വളരെ ലാർജ് ആയിരിക്കണം. അപ്പൊ ഡക്റ്റൈൽ ആണെങ്കിൽ പ്ലാസ്റ്റിക് റീജിയൻ ലാർജ് ആകണമെങ്കിൽ ഈ പോയിന്റ്സ് എന്തായിരിക്കണം? ഫാർ അപ്പാർട്ട് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്പർ 5 വീണ്ടും അത് 2017 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The stress strain graph for two materials are shown below. Which one is more elastic? അപ്പൊ നമ്മൾ ഫിസിക്സ് പരമായിട്ട് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും, ഇലാസ്റ്റിസിറ്റി ആർക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടുതലായിട്ടുള്ള മെറ്റീരിയലിനെ നമുക്ക് മോർ ഇലാസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതില് നമ്മൾ വീണ്ടും സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർക്കാണ് കൂടുതൽ? അപ്പൊ സ്ലോപ്പ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി, അല്ലെ? എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇ എ ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദ ആൻസർ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നോക്കിയ അടുത്ത് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? That is called rigidity modulus. State Hooke's law. You know that. Simple. 2016 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കി. The stress strain graph for wires of two materials A and B are given below. Which material is more ductile? അപ്പൊ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലാണ്, അല്ലെ? അപ്പൊ നമുക്ക് എ ആൻസർ ആയിട്ട് പറയാം. When spring balances are continuously loose used for long time, they show wrong reading. Explain why. അപ്പം കീപ് ഇൻ മൈൻഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ടെക്നിക്കലി അങ്ങനെ കണ്ടിന്യൂസ് യൂസ് കഴിയുമ്പോൾ അവന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നതിനെ ഇലാസ്റ്റിക് ഫാറ്റിക് എന്നാണ് നമ്മൾ വിളിക്കുക. ഇലാസ്റ്റിക് ഫാറ്റിക്. സോ ദാറ്റ് ഈസ്
the loss of strength of materials due to long use. The best example is bridges are declared unsafe because of long use. Spring balances use wrong reading. So the loss of strength is the reason. So that term elastic fatigue. Now, elasticity, loss of elasticity, that is a very important concept. Yes. Now, the 2016 question. Noku 2014 question. So this is this graph on the Shradhika. This is A, B, this point is C, and this point D, and this point is E. Good. The graph below shows how the force applied to a material wire is related to the extension of the wire. Write the letter that corresponds to elastic limit. The elastic limit is B point. Yes, B point. Fracture point, that is capital. Good. The wire has an unstretched length of the original length is 2.3 meter. And area of cross section of 3.9 into 10 to the power of -7. Determine the Young's modulus Y of the material. Now, coefficient of elasticity, it is stress division by strain and aspect. Stress is simple force by area. Good. Then strain delta L division by L. This simple graph Young's modulus is limit of proportionality consider. Yes, this one. Now, slope elasticity. So, it is exactly half force apply 90 consider. That extension 5. That express millimeter. So that's all. Force is simple 90. The total length is 2.3. Length. Area 3.9 into 10 to the power of -7. Extension is 5 into 10 to the power of -3. Simple answer roughly 1.1 into 10 to the power of 11. That much Newton per meter square. And the problems are very easy graph. Okay, when a force is applied to a spring, it gets extended by an amount delta x as shown. Name the law relating stress and strain. So, simple that is a Hooke's law. Calculate the stress developed in a metal wire when it is strained by 30%. Delta L by L into 100%, that is given as 30%. So we can say the delta L by L is 0.3. Given the Young's modulus of the material, the Young's modulus of the material is 200 gigapascal. That Gija 10 to the power of 9 Pascal. So we can say that 2 into 10 to the power of 11 Pascal. That's Young's modulus. Now, stress develop. That coefficient of elasticity, Young's modulus simple stress division by strain. Now, stress simple y into strain. Now, coefficient of elasticity 2 into 10 to the power of 11 into strain apply 0.3. So that is equal to 0.6 into 10 to the power of 11. So that is equal to 6 into 10 to the power of 10 Pascal. That's why we Gijayude രൂപത്തിലേക്ക് എടുക്കാം. ഒരു 10 കൂടെ മാറ്റി എടുത്താൽ 6 into that 10 into 10 to the power of 9 Pascal. So 60 gigapascal ആണ് അവിടുത്തെ stress apply ചെയ്യപ്പെടുന്നത്. Now simple ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഇനി which is more elastic, steel or rubber? Why?
അപ്പൊ നമുക്ക് സാധാരണ രൂപത്തിൽ ഇലാസ്റ്റിസിറ്റി കൂടിയ മെറ്റീരിയൽക്കാണ് നമ്മൾ മോർ ഇലാസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒരേ സ്ട്രെസ് നമുക്ക് സ്റ്റീലിനും റബ്ബറിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ സ്ട്രെയിൻ നമ്മൾ കണക്കാക്കുക. അപ്പൊ സ്ട്രെയിൻ മിനിമം ആണ് ആർക്ക്? ദാറ്റ് സ്റ്റീലിൽ. അപ്പം സ്ട്രെയിൻ ഈസ് മിനിമം for steel compared to rubber when same stress is applied. അപ്പൊ മിനിമം വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഈ വളരെ കൂടുതലായിരിക്കും. സോ ഇ ഓഫ് സ്റ്റീൽ ഈസ് greater compared to E of rubber. That is a very important concept. So that is very good. So we can go with the 2013 improvement question. Stress strain graph of two materials is shown in figure. State the law. നമ്മൾ already പറഞ്ഞു. Which material is more ductile? Plastic region വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് B ആയിട്ട് പറയാം. Which material is preferred for making springs? എന്ന് പറയുമ്പോൾ അതിന്റെ യങ്സ് മോഡുലസോ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയോ അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസോ ഒക്കെ അതിൽ വളരെ കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സിമ്പിൾ ആയിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ കിട്ടത്തില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആർക്ക് കൂടുതലാണ്? യെസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ബി. So A is more preferable for making that springs. So that is a very important. So look, number again March 2013 question. Hooke's law states the stress proportional to strain. What is the necessary condition for the above law to be valid? അപ്പം വളരെ less than elastic limit ആണ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. Within elastic limit that stress is proportional to strain. Explain with the help of a graph the relation between the stress and strain for a given solid material under increasing tensile stress. നമ്മൾ വളരെ വ്യക്തമായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഗ്രാഫാണ്, അത് കൃത്യമായിട്ട് വരച്ചാൽ മതിയാണ്. അടുത്ത 2012 ക്വസ്റ്റ്യൻ നോക്കി. When a wire is stretched with a very large force, it breaks. Represent the variation of extension with the load on a graph. So that is very important. അപ്പം അവിടെയും നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും നമുക്ക് വരിക. Then discuss the behavior of the wire at various stages. നമ്മൾ വരച്ച ആ ഗ്രാഫ് തന്നെ സ്ട്രെസ് സ്ട്രെയിൻ തന്നെ നിങ്ങൾക്ക് ഫോഴ്സ് വിത്ത് ലോഡ് ആയിട്ട് നമുക്ക് പറയാം. State Hooke's law for which part the above graph is this applicable? നമുക്കറിയാം within elastic limit. Which is more elastic, steel or rubber? Why? നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 13 വീണ്ടും. When a mass is suspended on a metallic wire, the length of the wire increases slightly. Name and state the law that relates to the restoring force developed in the wire and its deformation. Yes, നമുക്ക് Hooke's law എന്ന് നമുക്ക് കൃത്യതയോടെ പറയാം. Draw the stress strain graph for a loading wire. Then mark the following points: elastic limit, fracture point, plastic region, yes, that one, and elastic region. Good. See, if the Young's modulus of iron and the glass are 1 only into 10 to the power of 9, and next one glass is 65 into 10 to the power of 9, which is more elastic? അപ്പോൾ അവിടെ എപ്പോഴും ഓർമ്മയിരിക്കേണ്ടത് യങ്സ് മോഡുലസ് ഓഫ് ദാറ്റ് അയൺ ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ഫോർ ഗ്ലാസ്. ദാറ്റ് മീൻസ് എന്തുകൊണ്ട് ആ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. അവിടെ എന്തുകൊണ്ട് എന്ന് പറയുന്നതിന് നമ്മുടെ മനസ്സിൽ വരേണ്ടത് if same stress is applied for iron and glass, അവിടെ ഉണ്ടാകുന്ന strain is minimum for that iron, and hence it is said to be more elastic compared to that glass. It is very important. Number 40, elasticity and internal property of matter.
fluid possess oleum elasticity. Which is more elastic, air or water? നമുക്കറിയാം ബൾക്ക് മോഡുലസ് ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ദാറ്റ് സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ എന്ന്. അപ്പൊ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം അവിടുത്തെ പ്രഷർ അപ്ലൈഡ് ആണ്. ദെൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് വോളിയം സ്ട്രെയിൻ ആണ്, ഡെൽറ്റ വി ബൈ വി എന്നുള്ള തരത്തിൽ. അപ്പൊ നമ്മള് ഇവിടെ മോർ ഇലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി നമുക്ക് പറയാം ദാറ്റ് വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക്. എന്തുകൊണ്ട്? ഇഫ് we apply same pressure for water and air, the change in volume by volume is minimum for water, and hence the bulk modulus of water is greater compared to bulk modulus of air. So there is a reason behind it. So we are with number 15, question number 15. Elasticity is the property of a body by which it regains its original state on the removal of the deforming forces. Why steel is more elastic than rubber? നമുക്കറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. The figure given below shows the stress strain curve for a given material. What are the Young's modulus and approximate yield strength for this material? അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. സോ ദാറ്റ് ഈസ് വാട്ട് ദ സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് 60 ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം tan 60 is equal to √3. So that is the value. So that is the first one. അടുത്ത എന്താണ് പറയുന്നത്? yield strength approximate. ഇപ്പൊ yield strength എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം പോയാൽ അത് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വരുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ. യെസ്, എക്സാക്ട്ലി നമുക്ക് ഈ പോയിന്റ് ആയിട്ട് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 10 to the power of 10 പാസ്കൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ഒരു ഗ്രാഫിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തു എന്ന് മാത്രം. മാർച്ച് 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Elasticity is the property of matter that is characterized by atomic packing. For an elastic solid, the stress applied is directly proportional to the strain. The stress versus strain graph for 3 materials is shown below. Which is more elastic, A, B or C? Justify your answer. അപ്പോൾ ഇലാസ്റ്റിസിറ്റി, അപ്പോൾ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് ജസ്റ്റ് ടേക്ക് ദ സ്ലോപ്പ്. അപ്പൊ നമുക്കറിയാം tan theta corresponds to A is greater than B, greater than C. So വ്യക്തമായിട്ട് നമുക്ക് പറയാം A is more elasticity. If the bulk modulus of water is 2 × 10 to the power of 9, find its compressibility. Compressibility എന്ന് പറയുന്നത് ഓർക്കുക reciprocal of bulk modulus. So 1/2 × 10 to the power of 9. So we can say 0.5 × 10 to the power of -9. So that much Newton raised to -1 meter square. So that is the unit. So this is the compressibility. So dear one, properties of solids എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ നിന്ന് പ്രീവിയസ് ഇയറിന് ചോദിച്ചിരിക്കുന്നത് വെൽ എക്സ്പ്ലൈൻഡ് ആണ്. ഇതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ഡിയർ വൺ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.